മലയാളം റോസ്റ്റിംഗിൻ്റെ ആസ്ഥാന കണ്ണിയായ ഫിലിമി ഷെക്ക്. ആർ യു ഗൈസ് മേക്കിംഗ് മണി? ലംബുവിനൊക്കെ മകളെ പരിപാടിയൊക്കെ കിട്ടും. ഞാനൊക്കെ കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയതാണ്. അതും ഫസ്റ്റ് ഡേ നീ ഷർട്ട് ഇട്ടിട്ടാണോ? ദുൽഖറിന് പൊങ്ങുന്നില്ല സംഭവം. എന്ത്? ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു സിനിബേ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മലയാളം റോസ്റ്റിംഗിൻ്റെ ആസ്ഥാന കണ്ണിയായ ഫിലിമി ഷെക്ക്. യെസ്, ഫിലിമി ഷെക്ക് ഈസ് ബാക്ക് വിത്ത് us. സോ ബ്രോ, എങ്ങനെയാ ഇപ്പോൾ യൂട്യൂബ് സീൻസ് ഇൻ കേരള റൈറ്റ് നൗ? എന്താ, ആർ യു ഗൈസ് മേക്കിംഗ് മണി? നല്ല കംഫർട്ടാണ് മണീനെക്കാട്ടും കൂടുതൽ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഇല്ല. നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ പണിയെടുക്കുക, ഒരു ബോസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്രീഡം. അതാണ് മറ്റേ ഈ തമിഴിലൊക്കെ കാണുന്ന പോലെ മറ്റേ യൂട്യൂബിൽ ലംബോഗിനി പാർക്ക് മറ്റേ അഭിഷേകിൻ്റെ ഹൗസ് ടൂർ. എടാ ശരിക്ക് യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല അടിപൊളി വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ ലംബോഗിനിയൊക്കെ മകളെ പരിപാടിയൊക്കെ കിട്ടും. നല്ല എമൗണ്ട് കിട്ടും. ലംബോഗിനി ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നോട്ട് ദ പോയിന്റ്. നല്ലൊരു സംഭവം കിട്ടും. പക്ഷെ റോസ്റ്റിംഗ് ആണ് കൂടി എനിക്ക് ചെയ്യണം. ഞാൻ അത്ര ആയിട്ടില്ല. അതെ, കണ്ടന്റ് റോസ്റ്റിംഗ് കൂടിയാണ്. ഞാൻ മാസം 4 വീഡിയോ ഒക്കെ അല്ലേ ഇടുന്നുള്ളൂ. ഇപ്പം അതും ഇടുന്നില്ല, ആകെ 2 വീഡിയോ. ആൻഡ് ലൈക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ഒരു മച്ചാനില്ല, പ്ലീസ് നമ്മുടെ കൂടെ ഇല്ല. അഫക്റ്റഡ് വിത്ത് ഹണ്ട വൈറസ് ആൻഡ് ഹോസ്പിറ്റലാണ്, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ബ്രോ, എങ്ങനെയാ ഇപ്പോൾ ബാലയ്യ പറഞ്ഞ ആക്ടർ നിങ്ങളുടെ റോസ്റ്ററിൻ്റെ ലൈഫിൽ എങ്ങനെയാണ്? ഹീസ് എ ഗോഡ് ഫാദർ. എൻ്റെ കൺകണ്ട ദൈവമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ബാലയ്യ സിനിമ നിർത്തിയാൽ നമ്മള് കണ്ടന്റ് ഇല്ലാന്ന് കണ്ടിട്ട് നേരെ മൂപ്പരുടെ മടയിൽ കയറി ചെല്ലും. ഏത് പടം എടുത്തിട്ടുണ്ടെങ്കിലും 2 എപ്പിസോഡ് ഒഴിക്കാനുള്ള സാധനം കിട്ടും. ഏത് ലൈക്ക് ബാലയുടെ ഏതാണ് ലൈക്ക് മോസ്റ്റ് ഫേവറേറ്റ് ഇൻ ദ സെൻസ് നല്ല പടം അല്ല, റോസ്റ്റ് ചെയ്യാൻ ഫേവറേറ്റ് ഏതാണ്? റോസ്റ്റ് അത് ഞാനിപ്പോ ചെയ്തതിൽ മറ്റേ ഭഗവതി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ട്. മഹാരഥി, പഴയ പടം, മീര ജാസ്മിനും ബാലയും കൂടി. ആരും കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു ജാസ്മിനും ചാനലുണ്ട് സാധനം. നൈസ് പരിപാടിയാണ്. മകളും മോനും അല്ല, മകളൊന്നുമല്ല, അവിടെ മൂപ്പര് ചെറുപ്പത്തിൽ ചെയ്ത പടാം. മോഹൻലാലും മീര ജാസ്മിനും ചെയ്ത ടൈമിൽ അവിടെ ബാലയെ മീര ജാസ്മിനും ചെയ്യുന്നു. മഹാരഥി. ഓക്കെ ഓക്കെ. മറ്റേ ട്രിപ്പിൾ റോൾ അങ്ങനെയൊന്നും അല്ലല്ലോ, ഡബിളാ. ഓക്കെ ഓക്കെ. വേറൊരു സംഭവം ഉണ്ടോ? അതല്ല, അതില് ഒരു ബാലയ്യ 3 റോളായിട്ട് അഭിനയിക്കുക. അതാണ് പരിപാടി. ആ, മനസ്സിലായി. മാറി മാറി വേഷം മാറിയിട്ട്. ട്രിപ്പിൾ റോൾ തന്നെ. ഒരെണ്ണം ഡാൻസർ ആണോ അങ്ങനെ എന്തെങ്കിലും? ഒരെണ്ണം ഡാൻസർ, ഒരെണ്ണം റെമോ അമ്പി അന്യൻ, ആ ടൈപ്പ്. മനസ്സിലായി. വേറെ നീ ഭഗവന്ത് കേസരി ചെയ്തിട്ടില്ലേ? ഭഗവന്ത് കേസരി അത് ഏത് പടത്തിന്റെ റീമേക്ക് ആയിരുന്നു? ഏതോ വിജയ് പടത്തിന്റെ. അതിന്റെ റീമേക്ക് ആണ് ജനനായകൻ. അതിന്റെ റീമേക്ക് ആണ് ജനനായകൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡാക്കു മഹാരാജിന് ശേഷം കുറച്ചും കൂടി കത്തിച്ച് അങ്ങനെ. വേറൊരു സംഭവം കേട്ടോ, ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞുതരാം നിനക്ക്. റോസ്റ്റ് ചെയ്യാൻ ഒക്ക മഗാഡു പറഞ്ഞിട്ടൊരു സംഭവം ഇന്ത്യന്റെ എല്ലാരും എടുത്തിട്ട് റോസ്റ്റ് വിട്ടോണ്ട് ഒഴിവാക്കി. ഇന്ത്യൻ ശങ്കറിന്റെ ഇന്ത്യനെ എന്താണ് ഇല്ലീഗലായിട്ട് കോപ്പി അടിച്ചു. അത് ശരിക്കും ബിറ്റ് പടം പോലെ മൂപ്പര പടം എന്ന് വെച്ചാൽ 3 നായികമാര് എക്സ്പോസിങ്, ഒക്കമാകൂടെ പീക്ക് എക്സ്പോസിങ്. ഐ തിങ്ക് ബാലയ്ക്ക് ഒരു 2 പേര് മസ്റ്റ് ആണ്. തെലുങ്ക് സിനിമയിലെ എല്ലാ നടന്മാർക്കും 2 നായികമാര് മിനിമം വേണം. ബാലയുടെ ബ്രദറില്ലേ മറ്റേ ജൂനിയർ NTR, മൂപ്പരുടെ പഴയ പടം മൊത്തം 2 നായിക. എപ്പോഴാണ് സിംഗിളിലേക്ക് ഒതുങ്ങിയത് ആള്? ഇപ്പൊ നല്ല പടം കിട്ടുന്നുണ്ട്. ആൻഡ് ലൈക്ക് നീ ഇപ്പോൾ യൂട്യൂബ് റിവ്യൂസും ചെയ്യാൻ തുടങ്ങിയില്ലേ? സോ റിവ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ റിവ്യൂസും റോസ്റ്റും നമ്മൾ നീ എങ്ങനെയാ ഇപ്പോൾ? റിവ്യൂസ് റോസ്റ്റും തമ്മിൽ റിവ്യൂ ചെയ്യാനാണ് എളുപ്പം. നമ്മൾ കണ്ട എക്സ്പീരിയൻസ് ഷെയർ ചെയ്യല്ലേ. പക്ഷെ വ്യൂസ് കുറവാണ്. എനിക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ടു ഫിലിമി ഷേക്ക് ബാക്കപ്പ്. അതെ. ഇത് ലൈക്ക് ഇപ്പോൾ നീ റോസ്റ്റ് ചെയ്യുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് അത് നീ മൈൻഡിൽ വെച്ചിട്ടാണോ നീ റോസ്റ്റ് ചെയ്യണോ, അതോ ചുമ്മാ? അത് നല്ല ചോദ്യമാണെന്ന്. അതൊരു ചോദ്യമാണ്. ഞാൻ ഉണ്ണി വ്ളോഗ്സ് ആവാൻ ട്രൈ ചെയ്യണം. ഭയങ്കര ചോദ്യമാണ്. ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. അതങ്ങനെ ആവണടാ, അല്ലെങ്കിൽ കാര്യമില്ല, മോശമല്ലേ. നമ്മളിപ്പോ എപ്പോഴെങ്കിലും ലൈക്ക് പോസ്റ്റ് ചെയ്തിട്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. പക്ഷെ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. നമ്മള് മോഹൻലാലിന്റെ മറ്റേ മഹാസമുദ്രം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പിക് മൂവി അല്ലേ? സൂപ്പർ പടം. അപ്പൊ അതില് മോഹൻലാലിനെ എല്ലാവരും എടുത്ത് പൊക്കുന്ന ഒരു സീനിൽ കുറച്ച് ഒരു തടിച്ചാളിനെ പൊക്കുന്ന എഫേർട്ട് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ചെയ്ത് പിന്നെ ചെയ്യണ്ടായിരുന്നു തോന്നി. ചെയ്തില്ല, വലിയ തെറ്റൊന്നുമില്ല. ലാലേട്ട് നമ്മുടെ ആളാണ്, മൂപ്പർക്കൊന്നും തോന്നൂല. പക്ഷെ അത് കൺവേ ചെയ്ത മെസ്സേജ് റോങ് അല്ലേ? എനിക്ക് അതിലല്ലേ മറ്റേ കടലാമ്മയുടെ മോനെ. എനിക്ക് എന്റെ ഫേവറേറ്റ് ബൈസൈക്കിൾ കിക്കാണ്. അതിന്റെ ബൈസൈക്കിൾ കിക്കാണ് ഏറ്റവും ഹൈ ഉള്ള സാധനം. അത് പക്ഷേ ഹിറ്റ് നല്ലായിരുന്നു തോന്നുന്നു. അത് മലയാളം സുറയാണ്.
മല്ലു സുറ. ബ്രോ അല്ല ഇപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും ബാക്ക്ലാഷ് വന്നിട്ടുണ്ടോ ഓഡിയൻസിന് ചെയ്യുന്ന എന്തെങ്കിലും? ഇല്ല ഇല്ല ഇല്ല, എല്ലാ പടവും റോസ്റ്റബിൾ ആണ്. റോസ്റ്റബിൾ ആണ്. റോസ്റ്റബിൾ ആയിട്ടുള്ള മൂവി അതെ അതെ. റീസെന്റ് ആയി കണ്ട ഏതെങ്കിലും ഒരു പടം ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നിനക്ക് റോസ്റ്റബിൾ ആയിട്ട് തോന്നിയത് അൺപോപ്പുലർ? ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു. അല്ല അങ്ങനെ മൈൻഡിലുണ്ടാവും. ഇപ്പൊ ഇവര് എന്തിനാ ഈ പടത്തിന് അത്രയും അപ്രിഷിയേറ്റ് ചെയ്യുന്നത്? കറക്റ്റ് റോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആയിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇത് മറ്റേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ കണ്ട സിനിമ അതിരടി, അതൊരു റോസ്റ്റബിൾ കണ്ടന്റ് എനിക്ക് തോന്നുന്നുണ്ട്. അതിരടി ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടായിരുന്നു, എനിക്ക് വർക്കായില്ല പടം. ബേസിക്കലി റോസ്റ്റബിൾ എന്ന് ഞാൻ പക്ഷെ പറയില്ല കേട്ടാ. എനിക്ക് തോന്നുന്നത് ഓക്കേഷ് ആയിട്ട് തോന്നിയായിരുന്നു. കാരണം അതിന് റോസ്റ്റബിൾ പടങ്ങൾ വാച്ചബിൾ ആണ്. ഉണ്ട് മിസ്സിംഗ് ഉണ്ട്. ക്രിഞ്ച് വർത്തി ഫസ്റ്റ് ഹാഫ് മൊത്തം ക്രിഞ്ച് ആയിരുന്നു. ക്രിഞ്ച് വർത്തി സീനുകളുണ്ട്, പ്രത്യേകിച്ച് പുള്ളിയുടെ ക്യാരക്ടർ ബേസിൽ ഭയങ്കര ടോവിനോവും ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. ഭയങ്കര രണ്ടുപേരും മിസ്കാസ്റ്റ് ഓറുള്ള ഒരാൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ഈഗോ ക്ലാഷ് അങ്ങനത്തെ അയ്യപ്പൻ കോശി സംഭവം. അയ്യപ്പൻ കോശിന്റെ തീം ജെൻസി ആക്കി. പക്ഷെ അതിനൊന്നും ഒരു ഡെപ്ത് ഇല്ല. ഇവരുടെ ഈഗോ കോൺഫ്ലിക്റ്റ് ഒന്നും ഒരു ഡെപ്ത് ഇല്ല. വെറുതെ എന്തിനോ വേണ്ടി തമ്മിൽ തല്ലുന്നു, ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി. ഒരു ഡെപ്ത് കുറവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. കുറെ പേര് പറഞ്ഞു വിഷ്ണു വിജയന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ആദ്യമായിട്ട് എന്തോ പൂരത്തിന്റെ കേൾക്കുന്നത്. എടാ ഓവറാണ് പുള്ളി. എല്ലാത്തും മ്യൂസിക് യൂസ് ചെയ്തിട്ട് ഭയങ്കര എലവേറ്റ് ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. പടം തുടങ്ങിയ മുതൽ എന്തോ കൊട്ടാൻ തുടങ്ങി നിർത്തിയിട്ടില്ല. പടം കഴിഞ്ഞിട്ടും കൊട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് വിഷ്ണു വിജയൻ പിന്നെ ഒരു പാട്ടുണ്ടല്ലോ, ഓ അതാണ് എല്ലാവരുടെയും കമന്റ്. എനിക്ക് തോന്നുന്നു OTT വന്നു കഴിഞ്ഞാൽ വന്ന ആ പാട്ട് തന്നെ വൈറലാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് മൂവി റിവ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈക്ക് കറന്റ്ലി നമുക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ മൂവി റിവ്യൂസ് ഉണ്ട്. ലൈക്ക് നിനക്ക് ഹു ഡു യു തിങ്ക് എന്താണ് അണ്ടർ റേറ്റഡ് ആയി തോന്നുന്ന ഒരു മൂവി റിവ്യൂ? ലൈക്ക് നിനക്ക് അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ലെൻസ്മാൻ എന്ന് പറഞ്ഞിട്ട് ആള് എന്നുവെച്ചാൽ എന്റർടൈനിങ് എന്നുള്ള രീതിയിലല്ല, ഒരു കൃത്യമായിട്ട് നല്ല ഡീസെന്റ് ആയിട്ട് റിവ്യൂ പറയുന്നത്. പക്ഷെ പുള്ളി അതിരടിക്ക് പോസിറ്റീവ് ആയിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ കണ്ടായിരുന്നു. ഞാൻ പുള്ളി നല്ല പടം ഒന്നും പറഞ്ഞിട്ടാണ് ഇട്ടത്. എനിക്ക് ലെൻസ്മാൻ്റെ കുറച്ച് അലൈൻ ആവും. എന്താ ഇഷ്ടമാണ് പുള്ളിന്റെ മൂവി ടേസ്റ്റും നമ്മുടെ മൂവി ടേസ്റ്റ് അലൈൻ ആവും. പിന്നെ പുള്ളി കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ ക്രിട്ടിക്കാണ് തോന്നിയിട്ടുണ്ട് ഐ തിങ്ക്. പിന്നെ പ്രൊഫഷണലി അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു പുള്ളിയാണ് തോന്നുന്നത്. എന്റെ അറിവിൽ ഇപ്പൊ കറന്റ്ലി ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൂ. നിനക്ക്? എനിക്ക് കോക്ക് ഇല്ല, ഞാൻ ബേസിക്കലി എനിക്ക് റിവ്യൂ എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റും കൂടി ആയിട്ട് ഞാൻ കോക്കിന്റെ റിവ്യൂസ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ സാധനമാണ്. നമുക്ക് എനിക്ക് വർക്കാവുന്ന പടം ബ്രോക്ക് വർക്കാണെന്നില്ല, അവന് വർക്കാവുന്നില്ല. അപ്പൊ അതൊരു ജനറലൈസ് ചെയ്ത് പറയുന്നതിൽ പുള്ളി കണ്ടെത്തിയ ഒരു യൂണിക്നെസ് എനിക്ക് എന്റെ ഭയങ്കര ഇഷ്ടവും. അപ്പൊ ഞാനത് കാണുന്ന കണ്ടന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഫ്ലോപ്പ് പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും എന്തെങ്കിലും ഒരു ഫാൻസി ഡ്രസ്. ഞാൻ പുള്ളിയുടെ ബോഡി ഷേമിങ്, പുള്ളി ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല. അതുണ്ടെങ്കിലും പുള്ളി ചെയ്യുന്നത് പുള്ളിയുടെ രീതിയിൽ പുള്ളി ചെയ്യുന്ന രസമായിട്ട് കണ്ടിരിക്കാറുണ്ട്. അത് ബോഡി ഷെയിം എന്ന് പറയാൻ പറ്റില്ല. അല്ല, പുള്ളി പറയുന്നതിൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പേഴ്സണലി ഒരാളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ചെയ്തിരുന്നു. അങ്ങനെ ആയിരുന്നല്ലോ ഒരിടയ്ക്ക് റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ വന്നത്. പേഴ്സണലി ടാർഗറ്റ് വെച്ചാൽ അങ്ങനെയല്ല. ഫണ്ണാണ് അത്. എനിക്ക് വർക്കാണ് സംഭവം. ഞാൻ പറഞ്ഞ ആവുന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു സാധനം പറഞ്ഞു. പക്ഷേ റൊമാൻസ് എല്ലാവരും മറന്നിരിക്കുന്നത് നീ പിന്നെ പറയുന്നുണ്ട്. പ്രതിച്ഛായ ചെയ്തിട്ട് പുള്ളി എനിക്കൊന്ന് അക്ഷയ് കോക്കിന് ഏതോ റിവ്യൂ ഗൺ പോയിന്റ് വെച്ച് മൂപ്പരല്ല, അത് മറ്റേ സമ്മറിൻ ബദലേവിന്റെ പ്രൊഡ്യൂസർ കോക്കസ് സിയാദ് കോക്കർ. അത് കേസായതായിരുന്നല്ലോ. ഇതിപ്പോ കേസാവോ? ഇത് വെളിയിലിട്ട് അങ്ങനെ ഗൺ പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ത്രെട്ട് വന്നിട്ടുണ്ടോ? നിനക്ക് ത്രെട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ ഡിലീറ്റ് ആക്കട റോസ്റ്റ് അങ്ങനെയൊന്നും ആരും പറയാം. അങ്ങനെ ക്രിസ്റ്റഫർ മമ്മൂക്കയുടെ സിനിമ ഒക്കെ ചെയ്ത നല്ല കോപ്പറേറ്റ് സ്ട്രൈക്ക് വരാറുണ്ട്. ക്രിസ്റ്റഫർ 3 വട്ടമായിട്ട് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ആകുന്നുണ്ട് എനിക്ക് വ്യത്യസ്ത ചാനലുകളിൽ. ക്രിസ്റ്റഫറിന്റെ പടമാണ് അത്. എനിക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റാത്തോടായിരുന്നു. പിന്നെ ആറാട്ട് ക്രിസ്റ്റഫർ, പുള്ളി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ഒരു സംഭവം രസം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ബോംബെ നിന്നായിട്ട് കുറച്ച് കോട്ടിട്ട് കുറച്ച് സ്നൈപ്പർ പ്രൊഫഷണൽ കില്ലേഴ്സിനെ കൊണ്ടുവരും. ഇതിലുണ്ട് ഈ പ്രതിച്ഛായാലും ഷറഫുദ്ദീൻ എന്ത് വില്ലനായിട്ടാണ് കാണിച്ചിരുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രതിച്ഛായ കണ്ടില്ലല്ലോ. മാൻ, ഇത്രയും ഓറയില്ലാത്തൊരു വില്ലനെ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. ഇവനെ മാറ്റിയിരുന്നെങ്കിൽ പിന്നെയും പടം കുറച്ചും ഹീറോ മൈനസ് ഓറയാണ് ഷറഫുദ്ദീൻ്റെ. പുള്ളി കോർപ്പറേറ്റ് വില്ലനാ. ഈവൻ പാട്രിയോട്ടില് ഫഹദിനേക്കാൾ പോലും ഓറ കുറവാണ്.
അയ്യോ പാട്രിയോട്ട് എന്ത് വെറുപ്പിക്കലായിരുന്നില്ലേ. അല്ല എന്തോ ഡി ഏജിങ്ങിന്റെ എന്തോ സീനൊക്കെ അത് AI-ൽ വെച്ചിട്ട് ചെറിയ ഷോട്ട്. ഏജിങ്ങിന്റെ വലിയ പ്രശ്നം തോന്നിയില്ല. അതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങളെ പടത്തിലുണ്ട്. മെയിൻ പ്രശ്നം പൂത്തിരിയ ലാസ്റ്റ്. അതല്ലടാ ഇയാള് വെറുതെ ഫാദറെ കാണിച്ചപ്പോ ആംഗ്രി എല്ലാരും പോയി പണിയെടുക്കടാ. എനിക്ക് തോന്നുന്നു മറ്റേ പാട്രിയോട്ടിന്റെ ഇൻസൈഡർ റിപ്പോർട്ട് കറക്റ്റായി കൊടുത്തത് ഏട്ടനായിരിക്കും. ഞാൻ ആദ്യമായിട്ട് പുള്ളി അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. നമ്മൾ വിചാരിച്ചത് നോർമൽ. ബട്ട് പുള്ളി നന്നായിരുന്നു. നമുക്ക് നേരത്തെ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂസിൽ എനിക്ക് ഞാൻ ലാലേട്ടനെ കുറിച്ച് എനിക്ക് ഏട്ടൻ്റെ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ആഫ്റ്റർ 2 പെഗ്സ് ഏട്ടൻ സംഭവം. ഏട്ടന്റെ മറ്റേ ഇത് നല്ല രസമാണ്. ഇർഫാനായിട്ടൊരു പരിപാടി. പ്രൊമോഷൻ ഇർഫാനായിട്ടുള്ള എമ്പുരാണ്ടല്ലേ, അത് ഫണ്ണിയായിരുന്നു. ഫണ്ണി അതാണ് എനിക്ക് ഇർഫാന്റെയും പുള്ളിന്റെയും കോമ്പിനേഷൻ. അത് പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി കുറച്ച് ഫണ്ണി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയാ. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പുള്ളിനെ പ്രഷറൈസ്. 2 മൂടുള്ളൂ. ഒന്നെങ്കിൽ സ്പിരിച്വൽ ഫണ്ണ്, ഒന്നില്ലെങ്കിൽ ഓഷോ അല്ലെങ്കിൽ ഈ റിവ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അശോകനെ കാര്യം ഞാൻ മറന്നു കേട്ടോ, വിട്ടുപോയതാണ്. എനിക്ക് റൊമാൻസ് വരെ പുള്ളിൻ്റെ ഇഷ്ടമാണ്. റൊമാൻസ് കഴിഞ്ഞിട്ടുള്ള അശോകനെ എനിക്കിപ്പോൾ എന്തൊക്കെയോ അതുവരെ എനിക്ക് പുള്ളിൻ്റെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. അപ്പം മരക്കാറിൻ്റെ റിവ്യൂ ആയാലും മറ്റേ മോൺസ്റ്ററിൻ്റെ റിവ്യൂ, ബാന്ദ്രയിൽ ആ ഡാൻസ് കളിച്ച് ബെബ്ബയിൽ ഇടയ്ക്ക് അതും ഫണ്ണായിരുന്നു. പിന്നെ ബെബ്ബ എങ്ങനെയാ വർക്കായോ? ബബ്ബ എനിക്ക് വർക്കായില്ല പടം. പക്ഷെ അത് വർക്കിനെക്കാട്ടും കൂടുതൽ അത് എന്താ ഭയങ്കരമായിട്ട് ഒരു വിക്ടിമിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന രീതിയിൽ കുറച്ച് പശുവിനെ അത് കുറച്ച് ഡിസ്റ്റർബിങ്, മാന്യതയില്ലാത്തൊരു പരിപാടി ഇല്ലേ ചെയ്തത് പടത്തിൽ. അത് റിമൂവ് ആക്കി തോന്നുന്നു. അതിനുശേഷം റിമൂവ് ആക്കി തോന്നുന്നല്ലേ. പക്ഷെ അതിനെന്നാലും അത് ഭയങ്കര ടോക്സിക് ആയിട്ട്. അയ്യോ അത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു മിസ്റ്റേക്ക്. അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് ഈ ആൾക്കാർ റിവ്യൂസിനെ കുറ്റം പറയുന്നതും നമ്മൾ റോസ്റ്റ് ചെയ്തത്. അതെനിക്ക് മനസ്സിലാവാത്ത കോണ്ടെക്സ്റ്റ് ഇത്രയും. അതല്ലടാ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദിലീപേട്ടന് വരുന്നു പറഞ്ഞിട്ട് ബബ്ബനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ മാതിരി കോപ്രായം കാട്ടിയിട്ട്. അതുണ്ട്. നീ അത് ബബ്ബ റോസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല ചെയ്തില്ല, കിട്ടിയിട്ടില്ല. മലയാളം ഞങ്ങൾ അതാണ് തീരെ തൊടാത്തത്. മലയാളം നീ അധികം ലൈക്ക് അതർ ലാംഗ്വേജസ് ആണോ നീ റോസ്റ്റ് ചെയ്യുന്നത്? മലയാളം ലേറ്റസ്റ്റ് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ മലയാളീസ് അല്ലേ കാണും. കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് സ്ട്രൈക്ക് വരാം. അപ്പൊ നമ്മള് അതർ ലാംഗ്വേജ്. ഈവൻ സൂപ്പർമാൻ 4 ഒക്കെ റോസ്റ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഹോളിവുഡ് മൂവീസ് ഒക്കെ. സൂപ്പർമാൻ 4 ആണ് അങ്ങനെ എന്തോ 3-4 ഞാൻ ഇന്നലെ എടുത്തിറങ്ങിയത്. പഴയ സൂപ്പർമാൻ, ബാറ്റ്മാൻ ആൻഡ് റോബിൻ, അതിന്റെ ഒക്കെ അത്. അപ്പൊ നീ മോസ്റ്റ്ലി നീ ഇതുവരെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ റോസ്റ്റ് ചെയ്തിട്ടുള്ളത്? കൂലി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? കൂലി എന്റെ ഓർമ്മയില് നല്ല പരിപാടി. കൂലി ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയ മൊമെന്റില് വിചാരിച്ച ഞങ്ങൾ കാരണം അത്രയും ഹൈപ്പിന്റെ അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഞാന് തലേ ദിവസം പോയിട്ട് 4 മണിക്കല്ലായിരുന്നു ഷോ. അതെ, രാവിലെ ഞാൻ തൃശ്ശൂർ പോയി റൂം എടുത്ത് രാഗത്തുനിന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ലോകേഷിന്റെ കട്ട ഫാൻ എന്ന് പറഞ്ഞ് കയറിയതാ. സൗബിന്റെ ഡയലോഗ് ഫസ്റ്റ് ഡയലോഗിലെ മനസ്സിൽ പടം പോയി. അല്ല, ഡു യു ഗൈസ് തിങ്ക് എന്താ ലോകേഷിന് ഒരു കംബാക്ക് അടിക്കാൻ പറ്റുന്നതുകൊണ്ട്? ലോകേഷ് പൊളിയല്ലേ, ലൈക്ക് ഇനി ഒരു കംബാക്കിന് ഹോപ്പ് ഉണ്ട്. എനിക്ക് ബ്ലഡി മറ്റേ സാധനമല്ലേ ബ്ലഡി വാലന്റൈൻ പുള്ളിയുടെ വെച്ച് പടം വരുന്നുണ്ടല്ലോ. അത് പുള്ളി ഡയറക്റ്റ് എനിക്ക് അത് കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. വർക്കാവും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആ വിഷ്വൽ ഭയങ്കര വർക്കായി. എനിക്ക് തോന്നുന്നു അരുൺ ആദേശ് പുള്ളി എനിക്ക് നൈസ് ഫിലിം മേക്കർ. ലിയോനെ പറ്റി എന്താ അഭിപ്രായം? ലിയോ ഫസ്റ്റ് ഹാഫ് ഒരു അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് മറ്റേ നരബലി ഫ്ലാഷ് ബാക്ക് മാത്രമല്ല, നരബലി ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് പീക്ക് ഓടാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത കാലത്ത് തമിഴിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് മൂവി ഫ്ലാഷ് ബാക്ക് ഒഴിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. എസ്പെഷ്യലി എനിക്ക് എന്റെ കളർ ഗ്രേഡിംഗ് DOP വർക്ക് അടിപൊളി. ഒരു രക്ഷയില്ല. വിജയ് എന്താണ് അഭിനയിച്ചതിൽ നമുക്കറിയാലോ, ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ അഡാപ്റ്റേഷൻ ആണ് അറിയാം. ആ പടവും കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ഒരു പീക്ക് എക്സ്പീരിയൻസ് കിട്ടി. എന്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ലയൺ വേഴ്സസ് അടിപൊളിയാണ്. അതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ഇപ്പോഴും നന്നായി. ഇപ്പോഴും എന്റെ സ്പോട്ടിഫൈയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അതിലത്തെ ട്രാക്സാ. ഇത് നീ നിന്റെ റോസ്റ്റന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ? കാണാറുണ്ടോ വെച്ചാൽ ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക് ഇരുന്നിട്ട്. എന്തൊക്കെ മിസ് ചെയ്യാൻ പറ്റും അറിയണല്ലോ. കാണും. ഏതാ ഫേവറേറ്റ് നീ ചെയ്തതിൽ നിനക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള? ഒന്നിനും സാറ്റിസ്ഫൈഡ് അല്ല. എന്തെങ്കിലും ഇനിയും കിട്ടണം എന്നല്ല. നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10-20 പ്രാവശ്യം നമ്മൾ തന്നെ ഇതിങ്ങനെ കാണും. പിന്നെ നമുക്കൊരു മടുപ്പ് വരും. പിന്നെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലോപ്പ് ആവുന്ന വിചാരിച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ. അല്ല, എന്നാലും ചെയ്തതിൽ നിനക്കൊരു ഫേവറേറ്റ് ഒരു എപ്പിസോഡ് ഉണ്ടാവില്ല? ഈ എപ്പിസോഡ് എനിക്ക്
ഇഷ്ടമാണ് ഫേവറേറ്റ് അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടിയതോ? ഹൈ അത് ഏറ്റവും നല്ല റെസ്പോൺസിബിലിറ്റി മറ്റേ ഇപ്പൊ റീസെന്റ് കുമ്മാട്ടിക്കളി മാധവ് സുരേഷിന്റെ. ഞാൻ ഗുണ്ടയാണ് അല്ല ആ പടം. അത് മാധവ് സുരേഷ് ഈസ് പ്ലേയിങ് എല്ലാ മൂവിയിലും ഗുണ്ടയായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. ഈ ഇടയ്ക്ക് ആള് മാറ്റി പിടിക്കണം. ഇത് എന്താണ് മൂപ്പര ഇമേജ്, ആ ഇമേജ് വെച്ചിട്ട് വലിയ ഡോഡാന്ന് പറഞ്ഞു വന്ന ഇങ്ങനെ മനസ്സിലായി. ഡയലോഗ് ഡെലിവറി ആണെങ്കിലോ എനിക്ക് തോന്നുന്നു അതൊരു 1 മില്യൺ എന്തോ 1.3 സംതിങ് മില്യൺസ് വ്യൂസ്. പുതിയ പടം വന്നില്ല പുള്ളിയുടെ? ഇന്നലെ മിനിങ്ങാന്നുണ്ടെങ്കിലും ഈ ഇടയ്ക്ക് എന്തോ ഒരു പടം അംഗം അട്ടഹാസം എന്ന് പറഞ്ഞു. എന്ത് പേരാണ് കണ്ടില്ല, തൂക്കിയിട്ടുണ്ട് അത്. ഉണ്ടായിരുന്നു. അത് മൂപ്പര് ഡയലോഗ് ഡെലിവറി കേട്ടാലേ നമുക്ക് ഫണ്ണാണ് സംഭവം. ഇപ്പൊ കുമ്മാട്ടിക്കളിയിൽ തന്നെ ജസ്റ്റ് അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇപ്പം വിളിക്കുന്നത് അമ്മച്ചി. സുരേഷ് ഗോപിയുടെ സെയിം സംഭവം, ആ ഒരു സ്ലാങ് അമ്മച്ചി മുരുക ഒരു നീട്ട. നീ മറ്റേ ഇതേപോലത്തെ ഒരു സൗണ്ട് നീ റോസ്റ്റിൽ ഒരു സൗണ്ട് എടുക്കാറില്ലേ? നീ ഇങ്ങനെ സംസാരിക്കുന്ന സൗണ്ട് അതെനിക്ക് ഇവിടെ കേൾക്കാം. ആ ഒരു ലെവൽ അത് ആ സൗണ്ട് വെച്ചിട്ട് നീ മറ്റേ ഞങ്ങൾ ഗുണ്ടകളല്ല അനാഥരാണ്, ഞങ്ങൾ ഗുണ്ടകളല്ല അനാഥരാണ്. ഇതെങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് ഡബ് ചെയ്യാൻ ഭയങ്കര സ്ട്രെയിനാണ്. സ്ട്രെയിനാണ്. ഇതെങ്ങനെ നീ അപ്പൊ ഈ ഒരു സ്വന്തം വോയിസ് ഉപയോഗിക്കാണ്ട് വേറൊരു വോയിസ് ഉപയോഗിക്കാന്ന് മാറ്റി പിടിക്കണം. അല്ല മാറ്റി പിടിക്കണല്ല, ഇതന്നെ പിടിച്ചാൽ മതി. എങ്ങനെയാ നിനക്കത് എങ്ങനെ വന്നുള്ളത് ആ വോയിസ് അങ്ങനെ ചെയ്യാനുള്ളത്? അത് ഞാൻ തുടക്കം മുതൽ പല ടൈപ്പിലുള്ള വോയിസ് ഇങ്ങനെ നോക്കി അവസാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഈ സംഭവമാണെന്ന് വിചാരിച്ചു. സോ എന്താ ലൈക്ക് ഇനി റോസ്റ്റിംഗ് കൾച്ചറിന്റെ ഫ്യൂച്ചർ എന്താ നീ കാണുന്നത്? ഫ്യൂച്ചർ ഉണ്ട് എന്നുവെച്ചാൽ എപ്പോഴും നല്ല തല്ലിപ്പൊളി കണ്ടന്റ്സ് ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ഫ്യൂച്ചർ ഉണ്ട്. പിന്നെ നമ്മൾ ഡിസ്കവർ ചെയ്യാത്ത തന്നെ പല ജെംസ് പല ലാംഗ്വേജസിലുണ്ട്. അപ്പം നമ്മൾ തമിഴ്, തെലുങ്ക്, പിന്നെ കന്നഡ ഉണ്ട്, ബംഗാളി ഉണ്ട്, പാകിസ്ഥാനി മൂവീസ് ഉണ്ട്, കൊറിയൻ മൂവീസ് ഉണ്ട്, ഇന്തോനേഷ്യൻ. ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നില്ല. ശ്രീലങ്കൻ മൂവീസ് ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, കണ്ടിട്ടില്ല. അത് തെറി എന്ന് പറഞ്ഞ വിജയുടെ സിനിമല്ലേ, അതിന്റെ റീമേക്ക് ഒക്കെ ഉണ്ട്. സിൻഹാള തമിഴാണെന്ന് അറിയില്ല, ശ്രീലങ്കൻ മൂവി. അതൊരിടയ്ക്ക് റീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മളിവിടെ കണ്ട പോപ്പുലർ ആയിട്ടുള്ള മൂവീസിനെ അവർ റീമേക്ക് ചെയ്തിട്ട് റീമേക്ക് ചെയ്യും. തമിഴ് മൂവി അവിടെ തമിഴ് മൂവി ആൾക്കാർ കാണുന്നതാണ്, എന്തിനല്ലേ ഇവര് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സിൻഹാല ഇൻഡസ്ട്രീനെ റോസ്റ്റ് ചെയ്യാൻ പോകണോ നീ? ഞാൻ കൊറിയയിലേക്ക് കയറിയില്ലെന്നല്ലേ. കൊറിയയിൽ കുറച്ച് നല്ല റോം കോംസ് ഉണ്ട്, സാധനങ്ങളുണ്ട്. നമ്മൾ ഇവിടെ 1 മീറ്റർ പിടിച്ചാൽ മതി, അവിടുത്തെ നായകന്മാർ 10 മീറ്റർ നല്ല ക്യൂട്ടാ. ലൈക്ക് നിനക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ ലൈക്ക് ഈ റോസ്റ്റിംഗിൽ ഇതിലേക്ക്? ഇൻസ്പിറേഷൻ ഞാൻ റോസ്റ്റിംഗ് തുടങ്ങിയത് ഒരു കനൻഗിൽ എന്ന് പറഞ്ഞ ഒരാളില്ലേ, സ്റ്റാൻഡപ്പ് കോമഡി. മൂപ്പര് ഒരു റോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ കുറച്ച് റോസ്റ്റിംഗ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഫഹദ് ഫാസിലിന്റെ കയ്യെത്തും ദൂരത്ത്, പൃഥ്വിരാജിന്റെ മറ്റേ നക്ഷത്ര അതൊക്കെയാണ് ഫസ്റ്റ് ചെയ്ത എപ്പിസോഡ്. പിന്നെ അത് ഭയങ്കര മിഡ്ന്നല്ല, ഭയങ്കര ബോറ് പരിപാടിയായി പോയി. അപ്പം ഞാൻ നിർത്തിയതാ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേക്കിനും അപ്പൂപ്പൻ ബോയ്സ് വന്ന്. അപ്പൂപ്പൻ ബോയ്സ് വന്നപ്പോൾ നമുക്കൊരു ഇതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് മാത്രമല്ല, ഒരു പരിപാടി കുറച്ച് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണുന്നുള്ളൊരു. പിന്നെ നമ്മൾ വർക്കിന്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈക്ക് വർക്കും വർക്ക്. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഞാനിപ്പോ പിന്നെ ഇത് അങ്ങനെ പോകുന്നത്. ഫുൾ ടൈം വർക്ക് നിർത്തി. മനസ്സിലായി. ലൈക്ക് എനി മലങ്കൾട്ട് മൂവീസ് ദാറ്റ് യു ക്യാൻ റെക്കമെൻഡ് ടു ഓഡിയൻസ്? അങ്ങനെ പറയാൻ പറ്റില്ല. റോസ്റ്റ് ചെയ്യാത്ത നീ കാണണം. റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മലങ്കൾട്ട് മൂവീസ് മറ്റേ അപ്പൂപ്പൻ ബോയ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, മറ്റേ ഷാങ്കി. ആ മൂപ്പര് കുറെ ചെയ്തിട്ടുണ്ടോ? പുള്ളി മൊത്തം മൂപ്പര് എല്ലാം പുള്ളി ചെയ്തു തീർത്തു എനിക്ക് തോന്നുന്നുണ്ട്. അതെ. പ്രമോദ് പപ്പനിപ്പില്ല. പപ്പാനിക് അപ്രോച്ച് ലൈക്ക് യൂണിവേഴ്സിനെ കുറിച്ച് എന്താ പറയുക? ഫിലിമിറ്റിക് സിനിമാറ്റിക് യൂണിവേഴ്സ് ലൈക്ക് കറണ്ടി നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പൈ യൂണിവേഴ്സും അതല്ല, നമ്മള് ഇപ്പൊ ലോകേഷിന്റെ പരിപാടി എനിക്ക് ഇഷ്ടമാണ്. അത് നന്നായി വർക്കൗട്ട് ആയെങ്കിൽ രസമാണ്. മനസ്സിലായി. പക്ഷെ പിന്നെ മാർവൽ രസമാണ് കണ്ടിരിക്കാൻ. പക്ഷെ സ്പൈ യൂണിവേഴ്സ് അത് വേറെ യൂണിവേഴ്സ്. നീ പറഞ്ഞു വരുമ്പോ ആ യൂണിവേഴ്സിലാ. ഞാൻ ഇപ്പൊ കറന്റ്ലി ഉറ്റുനോക്കുന്നത് ലോക യൂണിവേഴ്സ്. ലോക കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ലോകേഷ് ഇനി LCUക്ക് തിരിച്ചു വരാൻ ഇനി ഒരു 2-3 വർഷം കൂടി. അതെ, നീ തിരിച്ചു വരാൻ പറ്റൂലല്ലോ, CM ആയി പോയില്ലടാ വിജയ്. ലിയോ പോയി. ലിയോ ക്യാരക്ടർ കൈതീറ്റുണ്ടാവും. കൈതീറ്റല്ലേ അടുത്ത പടം പുള്ളി അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്തു. പക്ഷെ അതൊന്നും നടക്കൂല എന്നൊക്കെ നടക്കില്ല. പുള്ളി തന്നെ പുള്ളിക്ക് മുടിയൊക്കെ ഭയങ്കര പറഞ്ഞു മറ്റേ RJ മുടി വെട്ടാൻ ടൈമായി.
പുള്ളി ലോകേഷ് ഭയങ്കര ഡൗൺ ആയിട്ട് മുട്ടിയൊക്കെ വളർന്ന് കണ്ടില്ല. അതെന്താ ഇത് കൂലിയുടെ പ്രശ്നം കാരണം? അല്ല, അത് പുള്ളി കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു. പുള്ളി ആക്ച്വലി ഒരു ഡിസിഷൻ എടുത്തു, ഇനി ഒരു ഇന്റർവ്യൂക്ക് വരില്ല. അതെയോ? കുറച്ച് ഡൗൺ ആണെന്ന് എനിക്ക് തോന്നി, ഫീൽ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂക്ക് മാതിരി ഊക്കല്ലേ കിട്ടിയത് കൂലി. ഫാൾസ് ഹോപ്സ് കൊടുക്കാൻ. പക്ഷെ അത് ഊക്കുവർത്തി പടമായിരുന്നു, അതുകൊണ്ട് ആൾക്കാർ അത്രയും പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട്. അല്ല, അമീർ ഖാനൊക്കെ കൊണ്ടുവന്നിട്ട് ട്രൗസർ അടിപ്പിച്ചിട്ട് ഷീറ്റുമാനാക്കി എന്ത് പരിപാടിയല്ലേ കാട്ടിയത്. അല്ല, നീ കൂലി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ? ലൈക്ക് ഞാൻ രാഗത്തിലാ പോയി, ഞാൻ പറഞ്ഞല്ലോ, രാഗത്തിൽ പോയിട്ട് ഭയങ്കര ഓളായിരുന്നു. പടം തുടങ്ങി രജനീകാന്ത് എഴുതി കാണിച്ച്. എനിക്ക് തോന്നുന്നു ഒരു ടൈറ്റിൽ കാർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈറ്റിൽ കാർഡായിരുന്നു ആ മറ്റേ കൂലിയുടെ. എനിക്ക് ആ ഹോസ്റ്റലിലെ സീനും വർക്കായിരുന്നു. ഹോസ്റ്റലിലെ ഫസ്റ്റ് ഒരു ഫൈറ്റ് ഒക്കെ ഇല്ലേ, ഹോസ്റ്റലിൽ ഒരു വുമൻസ് ഹോസ്റ്റൽ എന്തോ ഒരു പരിപാടിയൊക്കെ ഇല്ലേ, കുറച്ച് ഹൈ പരിപാടികളൊക്കെ, എനിക്ക് അതും വർക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് സൗബിന്റെ ഡെത്ത് പരിപാടികളൊക്കെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി ഫസ്റ്റ് സീനിൽ തന്നെ നിനക്ക് പോയി കയ്യിൽ നിന്ന് പോയി. എനിക്ക് സൗബിന് ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. കാരണം തമിഴ് അറിയുന്നൊരു പോലീസ് അല്ലാന്ന് അറിയാം, പക്ഷെ അവര് വന്നിട്ട് മറ്റേ അതില്ലേ എന്താണ് ലൗഡ് സ്പീക്കറിൽ സംസാരിക്കുമ്പോ എന്തൊരു ഫ്ലോ ഇല്ലാന്ന്. പിന്നെ പടങ്ങ് പോകുന്നില്ല, നീങ്ങുന്നില്ല. പക്ഷെ ഇവൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവനല്ല മറ്റേ നാഗാർജുന, എനിക്ക് ഫീൽ ചെയ്തില്ല പുള്ളിനൊന്നും യൂസ് ചെയ്യുന്നില്ല. ചെയ്തിട്ടില്ല. പുള്ളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഹൈ ആയിരുന്നു എനിക്ക് ആ പടത്തിൽ, പക്ഷെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ മൂപ്പരെ ആ സ്ക്രീൻ സൂപ്പർ, അടിപൊളി. പുള്ളി എല്ലാവരും നല്ല ആർട്ടിസ്റ്റാ, പക്ഷെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ആരും യൂസ് ചെയ്യുന്നില്ല. ഇല്ല. ഇത് കണ്ടായിരുന്നു, ഓജി ഉണ്ടായിരുന്നു. ഓജി ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടു, അത് നല്ല പടാന്ന് പറയുന്നത്. എനിക്ക് പവൻ കല്യാൺ ആണ് അതിന്റെ വിഷയം. അത് തമൻ ഇപ്പൊ നമ്മള് ദാക്കുമാരാജ് പറഞ്ഞ പോലെ എലവേറ്റ് ചെയ്തിട്ട് ഒരു ലെവലിൽ എത്തിച്ചു വെച്ചേക്കപ്പെടും. തമനാണ് ആയിരുന്നു മറ്റേ വിജയുടെ ടി വിക്ക് പാർട്ടി സോങ് ചെയ്തത് എല്ലാം കമ്പോസ് ചെയ്തത്. അത് തമനായിരുന്നു ചെയ്തത്. മെയിൻലി ആ ഇത്രയും ആൾക്കാർക്ക് എത്തിക്കാൻ തമിഴക്കൊടി എന്ന് പറഞ്ഞ പട്ടം അതെല്ലാം തമനാണ് ചെയ്തത്. തമൻ ഈസ് ലൈക്ക് എനിക്ക് തോന്നുന്നു അനിരുദ്ധിനെ അപ്രീഷിയേറ്റ് ഒരു ചെയ്യുന്ന പോലെ തന്നെ തമന് ഒരു അപ്രീഷിയേഷൻ. പുള്ളി പക്ഷേ അധികം വേറെ ഇൻഡസ്ട്രിയിലോട്ട് അധികം വരുന്നില്ല. മറ്റേ കടുവ തമൻ ചെയ്യാൻ നിന്നുണ്ടായിരുന്നു. തമൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ജെയ്ക്സ് അല്ലേ ചെയ്തേ. ഒറ്റക്കൊമ്പൻ തമനാ തോന്നുന്നു. ഒറ്റക്കൊമ്പനും തമനായിരുന്നു ചെയ്യാൻ നിന്ന്. ഇപ്പൊ ആരാണ് എനിക്കറിയില്ല. തമനാണോ? എനിക്ക് തോന്നുന്നു തമൻ മോഹൻലാൽ കോംബോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ മൂവി വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ മലയാളത്തിലൊരു കൊമേഴ്ഷ്യൽ മൂവി ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ബുദ്ധിമുട്ട് റീസെന്റ് പാട്രിയോട്ട് തന്നെ കണ്ടു. ആൾക്കാരങ്ങോട്ട് ആ സംഭവം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അല്ല, പാട്രിയോട്ട് ബേസിക്കലി അതിൻ്റെ അകത്ത് കോണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വെരി പേഴ്സണലി എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ എത്ര വർഷമായിട്ട് കണ്ടോണ്ടിരിക്കണം ഈ കോപ്പറേറ്റീവ് വില്ലന്മാരെയും. ഈ തമിഴ് പടത്തിൽ തന്നെ ഒരു 10 തവണ കണ്ടുണ്ടാവും ഈ കോപ്പറേറ്റീവ് വില്ലന്മാരും ഈ ഫോണിന്റെ പ്രശ്നവും. അപ്പൊ എന്തെങ്കിലും ഒരു പുതുമ എന്നുള്ളൊരു സാധനം ഇല്ലാണ്ട് നമ്മൾ കണ്ട് കാര്യം. തമിഴ്നാട്ടില് ലോക്കൽ സിനിമകളില്ലേ മറ്റേ പണ്ട് 10 വർഷം മുന്നേ വന്നോണ്ടിരുന്ന പടങ്ങളുടെ. ഞാൻ പാട്രിയോട്ട് കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെ മോഹൻലാലിനെ എങ്ങനെ ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ടോ ലാലേട്ടൻ? എനിക്ക് പുള്ളി തന്നെ രസമുണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. പക്ഷെ ആ എന്തിനാണ് ആ ഇവരുടെ ഒരു സ്റ്റാർഡം ഓറ എന്ന് പറയുന്ന സംഭവല്ലേ, അത് പാട്രിയോട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഭയങ്കര പൊട്ടൻഷ്യൽ. അതുണ്ടെങ്കിൽ ക്യാരക്ടർ കുറച്ചും കൂടി എലവേറ്റ് ആവത്തേ ഉള്ളൂ. ഈവൻ ദോ വേണ്ട ഓറ, പക്ഷെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്തിനാണ് പുള്ളിയുടെ, എന്തായാലും സ്പോയിലറാണ്, പക്ഷെ പുള്ളിയുടെ മരണം എന്തിനാണ് പടത്തിൽ എനിക്ക് അറിയില്ല. അതിന്റെ ഒരു ഇമോഷണൽ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ഒരാളെ ഒരു കൂട്ടുകാരനായിട്ട് കൊണ്ടുവരണം, ആ ഒരു ക്ലൈമാക്സ് പേ ഓഫ്, അതൊരു ഭയങ്കര ശോകം പേ ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോ മഹേഷ് നാരായണൻ ഇത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂല് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര എന്തായാലും മനസ്സിലാക്കണ്ടേ. പാട്രിയോട്ട് 2 പ്രാവശ്യം കാണും. അത് ഞാൻ അതിനെപ്പറ്റി ചോദിക്കണമെന്ന് വെച്ചാൽ, ഈ ഫിലിം മേക്കേഴ്സിന്റെ പടം പാളി കഴിയുമ്പോൾ അവർ വന്നിട്ട് മെയിൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഇവർ രണ്ടുപേരെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഫിലിം മേക്കേഴ്സ് ആയിരുന്നു. രണ്ടുപേരോടുള്ള എല്ലാം എൻ്റെ പോയി. ഒരിക്കലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഞാൻ വെച്ചില്ല. ആ സമയത്ത് വെട്രിമാരനൊക്കെ ചെയ്യുന്നത് അവന്റെ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് നമ്മളെ മേ ബി കളക്ഷൻ കയറാനായിരിക്കാം, എന്തും ആവാം, പക്ഷെ അത് ഭയങ്കര ഷോക്കായിട്ട് തോന്നി. കാരണം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ അല്ലേ. ഏത് ഫിലിം മേക്കർ ലൈക്ക് ആക്ച്വലി അവന്റെ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്ത് ക്രിറ്റിസിസം ഏറ്റെടുക്കണവരാരും ക്രീം ഉണ്ണികൃഷ്ണൻ തന്നെ ആയിരിക്കും അവർക്ക്. പിന്നെ ഫെയിലിയർ ചെയ്യും. അത് സക്സസ് ആക്സെപ്റ്റ് ചെയ്യാൻ സമയം അല്ല, വേറെ ആരും ഇല്ലേ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ ഓണർഷിപ്പ് എടുക്കണ നമ്മുടെ തമിഴില്. കിട്ടിലൻ കംബാക്സ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഡൊമിനിക്കാരോണാണ് സ്റ്റൈലിന്റെ റൈറ്റർ. പുള്ളി വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ചെയ്തത് ലോകയാണ്. മറ്റേ ഇതിന്റെ ഡയറക്ടർ മൂപ്പരല്ലേ, ഏത് ടോവിനോന്റെ ഒരു സിനിമ തരംഗം. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് ശേഷം പുള്ളി വന്നിട്ട് ചെയ്യണ പടം ലോകയാണ്. അപ്പൊ ആ ഒരു പുള്ളിയുടെ എന്താണെന്നുള്ളത് അതിൻ്റെ അത് റിഫ്ലക്റ്റിംഗ് ആണ്. ആ റിഫ്ലക്ഷൻ എങ്കിലും മിനിമം എല്ലാ ഫിലിം മേക്കേഴ്സും ചെയ്തില്ലെങ്കിൽ. എനിക്ക് ശരിക്കും L3 ഒരു
അടി അടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ തിങ്ക് എമ്പുരാൻ ഫെയിലർ ആയപ്പോൾ എമ്പുരാനാണ് ദി ബിഗ്ഗസ്റ്റ് മിസ്സിംഗ് ഓഫ് മോളിവുഡ്. അത് മിസ്സായി പോയത് മോളിവുഡിനൊരു നഷ്ടമാണ്. കാരണം ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് അതിന്റെ ഇനീഷ്യൽ കളക്ഷൻ തന്നെ നോക്കിയാൽ പോരെ. ഭീകരം. നമ്മളെ ഞാൻ കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയതാ, കിടന്നുറങ്ങി. അയ്യോ അന്ന് എന്തോ ഇതുണ്ടായിരുന്നു, എല്ലാവരും കറുത്ത ഷർട്ട് ട്രെയിലർ രാത്രി 12 മണിക്ക് നിനക്ക് അയച്ചാൽ എനിക്ക് ഓർമ്മ. രാത്രി 12 മണിക്ക് വീട്ടിൽ വെറുതെ നമ്മൾ ഡൂം സ്ക്രോൾ ചെയ്യുമ്പോൾ സമയത്ത് അതിന്റെ ട്രെയിലർ തന്നെ. ഞാൻ ഇത്രയധികം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മോഹൻലാൽ പടത്തിന് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള അമ്മാതിരി ഹൈയുള്ള എനിക്ക് തോന്നുന്നു ആ ട്രെയിലറാണ് സിനിമയുടെ ഒരു മിസ്റ്റേക്ക്. അതിന്റെ അകത്ത് എല്ലാ ഷോട്ടും കാണിച്ചു, പടത്തിൽ ഇല്ലാത്ത ഷോട്ട് വരെ ഉണ്ട് എന്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻസ് ഇല്ല, സിന്ദ എന്ന് പറഞ്ഞ പാട്ട് അതൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഹൈ പോയി. പിന്നെ സിന്ദ പറഞ്ഞ സോങ് ഉറങ്ങി എണീറ്റിട്ട് ഞാൻ ആ പാട്ട് കിടന്നുണ്ടായില്ല. ഇതെന്താ തീരാത്ത അത്ര ഉണ്ടായില്ല ലെങ്ത്. എനിക്ക് തോന്നുന്നു എമ്പുരാന്റെ 2 വലിയ മിസ്റ്റേക്സ് എനിക്ക് ഒന്ന് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും പിന്നെ ഒന്ന് BGM-ഉം. ജാക്കറ്റാണ് ദീപക് ദേവും വലിയൊരു മെച്ചം ഉണ്ടായിരുന്നില്ല പടത്തിന്റെ. ദേവിനെ എനിക്ക് തോന്നുന്നു ദീപക് ദേവിന് ഏറ്റവും കൂടുതൽ മടുത്തുപോയത് പുള്ളിക്ക് ഈ പടത്തിന് ശേഷം കളഞ്ഞോ. പുള്ളി നല്ല റോസ്റ്റിംഗ് കിട്ടിയായിരുന്നു പുള്ളിക്ക്. ഐ തിങ്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഗോപിയേട്ടൻ നൈസായിട്ട് ഒന്ന് തട്ടി മൂപ്പര് സാഗരലക്കിന്റെ കുറച്ച് സീൻസ് ഒക്കെ ഇട്ട് വെടി കൂടെ അങ്ങനത്തെ എന്തോ ലൈക്ക് അത് ഒരു പ്രോബ്ലമായി മാറി. ഈ മറ്റേ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇനി L3 എന്താ നീ എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് L3 എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, പക്ഷെ ആ സിനിമ ഒരു കംബാക്ക് കൊടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചു പോയ സിനിമയാണ്. പൃഥ്വിരാജ് ഡയറക്ഷൻ, മോഹൻലാൽ ആക്ടിങ്, 1 സ്റ്റാർ കാസ്റ്റ്, അങ്ങനെ വന്നിട്ട് മിസ്സായി പോയത് ഭയങ്കര. ഞാനത് മലയാളത്തിലെ ബെഞ്ച് മാർക്ക് മൂവി ഒന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒരു മാർക്കും ഇല്ല. അല്ല ഒരു എന്താ പറയുക സ്ട്രോങ് വില്ലൻ. എനിക്ക് പ്രശ്നം, ഞാൻ ലൂസിഫറിന് ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ഈ ഭയങ്കര സട്ടിലായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ, ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടർ. അത് അൾട്ടിമേറ്റ് റൂയിൻ ചെയ്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനൊരു എന്താ സ്വിച്ച് ഇട്ട ബോംബ് വരുന്ന ഹെലികോപ്റ്ററിലുള്ള മനുഷ്യന്മാരാണ്. അതാണ് ഗുജറാത്തിൽ പോയിട്ട് ഏതോ അട്ടപ്പട്ടി കെട്ടിടത്തിനുള്ളിൽ കയറിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഗുണ്ടകളെ അടിക്കുന്നു, 10-30 ഗുണ്ടകളെ ഹിന്ദി പാട്ടും വെച്ച്. അതെ, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു റോസ്റ്റിനും ഇഷ്ടം പോലെ കണ്ടന്റ് ഉള്ള ഒരു മൂവി എമ്പുരാനാന്ന് തോന്നുന്നു. അല്ല അത്രയും കണ്ടന്റ് റോസ്റ്റ്. മെയിൻ L3യുടെ മെയിൻ കാരണം ഇന്റർവെല് വരെ പല ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് അതിന്റെ സ്റ്റേജിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഞ്ജു വാര്യർ ഇറങ്ങി ഓടുന്നു ഇന്റർവെൽ നടക്കുന്ന സ്ഥലത്തേക്ക്, കാടിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് അവിടുന്ന് കുറെ ഗുണ്ടകളായിരുന്നു. അപ്പൊ കാടിന്റെ നടുവിൽ മോഹൻലാൽ നിൽക്കുക. ഇതെങ്ങനെ എഴുതിയത്? അല്ല, എനിക്കിപ്പോഴും ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോഴേ L3യുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ടെങ്കിൽ പ്രണവിന്റെ ഒരു സാധനം കാണിക്കണില്ലേ, അത് ആൾക്കാർക്ക് ആക്ച്വലി പക്ക തെലുങ്ക് പടം. പക്ഷെ എനിക്ക് തോന്നുന്നു അതായിരിക്കണം L3യിലേക്കുള്ള ലീഡെന്ന് എനിക്ക് തോന്നി അന്ന്. ഇനി ദാവൂദിന്റെ കഥയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്, പക്ഷെ ക്വാളിറ്റിയും റൈറ്റിംഗും ഭയങ്കര മോശമായിട്ട്. പിന്നെ BGM ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാന്നുണ്ട്. BGM മെയിൻ പ്രശ്നം മ്യൂസിക് ആണ്. എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ഇനിയും L3 ദീപക് തമനെ കൊണ്ടുവരണം, അത് ഉറപ്പാ. അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര L3 തമൻ വന്ന പറയാൻ പറ്റില്ല. ചിലപ്പോ പുള്ളി ചെയ്യാൻ പറ്റും, ചിലപ്പോ ചെയ്യാൻ പറ്റും. ആനിമലിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ഇല്ലേ ഹർഷ, എനിക്ക് ഇയാൾ അടിപൊളിയായിരിക്കും. ദുരന്തറിന്റെ മ്യൂസിക് അതും പുള്ളി വർക്കായിരിക്കും. ദുരന്തർ കണ്ടായിരുന്നു വർക്ക്. ഈ അടുത്ത കണ്ടതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ കിട്ടിയ ദുരന്തറാണ്. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നുന്നു. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിഷ്ണു വിജയനെ പറ്റി പറഞ്ഞു. വിഷ്ണു വിജയ് ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. അതിരടി കണ്ടു, അത് പോയി. സത്യം. ഞാൻ മറ്റേ പ്രേമലൊക്കെ എത്ര പ്രേമലുണ്ട് OST സീനാണ്. മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊരു സംഭവം കൊടുത്ത് ഗോപി സുന്ദർ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാല് അൻവർ, സാഗറിലെ ബിഗ് ബി മൂപ്പരല്ലേ, ബിഗ് ബി ഉസ്താദ് ഹോട്ടൽ, ഉസ്താദ്, ബാംഗ്ലൂർ ഡേയ്സ്, എല്ലാവരും പറഞ്ഞുകൊണ്ട് പോവാം. ആക്ച്വലി പ്രൈം പീക്ക് ഗോപി സുന്ദർ, പീക്ക് ഗോപി വേറെ പ്രൈം ടൈമിൽ പുള്ളി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതെ, വേറെ എനിക്ക് തോന്നി എപ്പോഴാ പുള്ളിന്റെ കയ്യിൽ നിന്ന് പോയത് എനിക്ക് മനസ്സിലായില്ല. എവിടെയോ വെച്ച് പുള്ളി തോന്നുന്ന മറ്റേ സത്യൊക്കെ മൂപ്പര ചെയ്ത് തോന്നുന്നില്ലേ, മറ്റേ ജയറാമിന്റെ സത്യ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ദീപക് ദേവ തോന്നുന്നു. ഗോപി സുന്ദർ, ഞാൻ പറഞ്ഞ ഗോപി സുന്ദർ. വരെ ഗോപി സുന്ദർ, വരെ പുള്ളിന്റെ പ്രൈം, അത് കഴിഞ്ഞിട്ട് പോയി. അത് പടങ്ങളൊക്കെ നോക്കി അറിയാൻ പറ്റും. പിന്നെ ഷിറ്റി പടങ്ങളായിരിക്കും മൊത്തം. എനിക്ക് തോന്നുന്നു പിന്നെ അമൽ നീരദും പുള്ളിനെ CA കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടില്ല, സുഷിനിലേക്ക് ചാടി. ഇപ്പൊ കറന്റ്ലി നിങ്ങൾക്ക് ഏത് മ്യൂസിക് ഡയറക്ടർ ലൈക്ക്? എനിക്ക് മറ്റേ ജസ്റ്റിൻ വർഗീസിനെ കുറച്ചുകൂടി ഇഷ്ടം. പുള്ളിനെ യൂസ് ചെയ്യുന്നില്ല. പൈങ്കിളിയിലെ ആക്ച്വലി ട്രാക്കൊക്കെ രസമുണ്ടായി, പക്ഷെ വർക്ക് ആവുന്നില്ല. പടം ഭയങ്കര ഷോക്ക് ആയതുകൊണ്ട്. പൈങ്കിളി ഞാൻ കുറച്ച് കണ്ടിട്ടുള്ളൂ. അതൊരു ബ്രെയിൻ റോട്ടാണ്. പക്ഷെ
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല. എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. പക്ഷെ ജസ്റ്റിൻ വർഗീസിന് പൊട്ടൻഷ്യൽ ഉണ്ട്. പുള്ളി നല്ല സാധനങ്ങൾ, ചാവേറിലൊക്കെ പുള്ളി നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാവേറൊന്നും അങ്ങനെ ആരും കണ്ടിട്ടില്ല, അധികം ഡിസേർവ് ചെയ്യുന്നില്ല പടം. പിന്നെ ഇയാള് കുഴപ്പമില്ല കേട്ടോ, മറ്റേ ഏതാണ് ക്രിസ്റ്റോ സേവിയർ, ബ്രഹ്മയുഗം കുഴപ്പമില്ല. പുള്ളി അടിപൊളിയാ. അതെ അതെ അതെ, സൗണ്ട് യൂസ് ചെയ്യുന്ന ആളാ പുള്ളി, കുറച്ചും കൂടി ഡിഫറെന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു സുഷിൻ കുറച്ചും കൂടി എന്തിനും ബ്രേക്ക് എടുക്കാൻ മാത്രം ഇടാറുണ്ട് ഇപ്പോൾ. പാട്രിയോട്ടിൽ ചെയ്തോണ്ട് എങ്ങനെയുണ്ട് പാട്രിയോട്ടിൽ BGM വർക്ക് എങ്ങനെയുണ്ട്? പാട്രിയോട്ടിൽ BGM കുഴപ്പമില്ല. എനിക്ക് ബേസിക്കലി മനുഷ്യൻ ഒഴികെ വേറെ ഒന്നും അത്ര വലിയ ഭീകരമായിട്ട് തോന്നിയില്ല. ആ പിന്നെ മോഹൻലാലിന്റെ എനിക്ക് ആ സിനിമയില് ആ മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പോർഷൻസ് ഇഷ്ടമായിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ കുറച്ച് നൈസ്, ബാക്കിയൊക്കെ ഷോക്കാ, ഇമോഷനില്ല. അതെ അതെ അതെ, പ്രശ്നം. എനിക്ക് കുറച്ചും കൂടി മ്യൂസിക് ഡയറക്ടേഴ്സ് ഇമ്പോർട്ടൻസ് ഈ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ വേറെ ഇൻഡസ്ട്രി ചെയ്യില്ലേ, പ്രീ ലോഞ്ച് ഓഡിയോ ലോഞ്ച് ചെയ്യണം. അത് ഇവിടെ മ്യൂസിക് ഡയറക്ടേഴ്സിന് അത്ര സ്റ്റാറിനും കിട്ടിയിട്ടില്ല. തമിഴിൽ അനിരുദ്ധ് എന്ന് പറഞ്ഞാൽ അനിരുദ്ധ് ബ്രാൻഡാണ്. ഏത് ഒരു ന്യൂ കമ്മറിന്റെ പടം അനിരുദ്ധ് മ്യൂസിക്കിലാന്ന് പറഞ്ഞാൽ അതിനൊരു കുറച്ച് ആൾക്കാർ കയറും. അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ഇവിടെ വന്നിട്ടില്ല. അവിടെ ഈ സായി അഭ്യങ്കാറിന് അത്യാവശ്യം നല്ല പുള്ളിക്ക് മറ്റേ ഊരും ബ്ലഡും എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പൊ ഈ ഇപ്പൊ വരുന്ന കറുപ്പിലാണെങ്കിലും പുള്ളിക്ക് അത്യാവശ്യം ഞാൻ എക്സൈറ്റഡ് ആവുന്ന ഒരു പാർട്ടി. എപ്പോഴും ഒരു സ്റ്റാർ മ്യൂസിക് ഡയറക്ടർ വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. വിദ്യാസാഗർ, യുവൻ, അതിന് മുന്നേ എ ആർ റഹ്മാൻ, ഇളയരാജ. അവര് ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടാവും, അവരിന് ഹീറോ ആക്കിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. ആക്ച്വലി ഇവിടെ ടാലന്റ് ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ ആൾക്കാർ വന്ന്. ഇവിടെ എനിക്ക് തോന്നുന്നു അതിനല്ല പ്രയോറിറ്റി. ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നേരെ യൂട്യൂബ് ഇന്റർവ്യൂ. അത് ഒരു വിധത്തിൽ നല്ലതാണ്, ഒരു വിധത്തിൽ റൈറ്റിംഗോടെ ആൾക്കാർ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആദ്യം വേണ്ട റൈറ്റിംഗ് ആണ്. നല്ല കഥയുണ്ടോ, നല്ല പടം. യൂട്യൂബ് ഇന്റർവ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിയോ ലോഞ്ചിന്റെ പൈസ കൊടുക്കണ്ടല്ലോ. അതെ അതെ, ബട്ട് ബിസിനസ് നടക്കുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ. ഈ യൂട്യൂബ് ഇന്റർവ്യൂ മാത്രം റൈറ്റ് വേ ഓഫ് പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. അതില്ല ഓരോ മറ്റേ ഫണ്ട് എന്താണ് അവര്, അതും ആങ്കേഴ്സ് ആണെങ്കിൽ എസ്പെഷ്യലി ഇപ്പൊ അതിരേഡിയുടെ ഇന്റർവ്യൂ എനിക്ക് ഇപ്പൊ പടം കണ്ടു കഴിയുമ്പോൾ അവര് ശരിക്കും പടം പൊക്കാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. വേറൊന്നും പടത്തിന് പൊട്ടൻഷ്യൽ ഉള്ളതിന്റെ അപ്പുറം പോകുന്നില്ല പടം. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഇന്റർവ്യൂസ് പടത്തിന് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ വേറെ മെത്തേഡ്സ് വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. കുറച്ചും കൂടി വേറെ മെത്തേഡ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി പബ്ലിക് ആയിട്ട്. അതിനുള്ള മാർക്കറ്റ് ഇല്ലല്ലോ മലയാള സിനിമയ്ക്ക്. അതാണ് അത്രയും പൈസ ഇറക്കാനുള്ള പരിപാടി ഇല്ല. യൂട്യൂബ് ആണെങ്കിൽ ലോ കോസ്റ്റ് ആണ്, കൂടുതൽ ആൾക്കാർക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്താലും പ്രശ്നമാണ്. ഇപ്പൊ പാട്രിയോട്ട് തന്നെ ചെയ്ത് അവർക്ക് തന്നെ പേടി, അവരെത്ര ഹൈപ്പ് കൊടുത്തു എന്നുള്ള പ്രശ്നമാണ്. പാട്രിയോട്ട് അതിന് പ്രൊമോഷൻ ഇല്ലായിരുന്നല്ലോ. അത്യാവശ്യം അവരാ ഹോട്ട്സ്റ്റാറിലിട്ട് വലിയ പ്രൊമോഷൻ ഉണ്ടോ പ്രകാശ് വർമ്മയുടെ. അത് അത്യാവശ്യം നൈസായിരുന്നു. അതെന്ത് ചില്ലായിട്ടിരുന്ന് കാണാൻ പറ്റിയ പരിപാടിയായിരുന്നു. അതിന്റെ ഒരു ക്വാളിറ്റിയിൽ പടത്തിൽ ഞാൻ ഭയങ്കര മോശം എന്നല്ല പറയുന്നത്, പക്ഷെ എന്തെങ്കിലും റൈറ്റിംഗ് വൈസ് ആ പടത്തിന് എനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നില്ല. ആ സാധനമാണ് എൻഗേജിങ് അല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കോണ്ടന്റിനാണ് പ്രധാനം പറഞ്ഞിട്ട് സ്റ്റാർഡം കുറച്ച് കോണ്ടന്റാണ്. പക്ഷെ എന്നാ കോണ്ടന്റിലും ഇല്ല പ്രത്യേകിച്ച്. ആൾക്കാർ ഇപ്പോഴും കോണ്ടന്റ് പറയും. എനിക്ക് പ്രത്യേകിച്ച് കോണ്ടന്റിൽ വ്യത്യാസം ഒന്നും ഇല്ല. കോർപ്പറേറ്റ് വില്ലന്മാരും ഫോണിന്റെ പ്രൈവസിയും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിജയണ്ണൻ കാലകാലങ്ങളായിട്ട് ചെയ്യുന്ന എത്ര പേരെ രക്ഷിച്ച് CM ആയി. ആൾക്കാരെ വരെ പുള്ളി രക്ഷിക്കാൻ തുടങ്ങാറ്. ഈ 2026 ഇപ്പൊ മിഡ് ആയില്ലേ നമ്മള്, അല്ലെങ്കിൽ ഏറ്റവും റിയാലിറ്റി ഹിറ്റ് ആയി. ഏതാണ് ലൈക്ക് നിനക്ക് വർക്കായ ഏറ്റവും ഫേവറേറ്റ് മൂവി? ഞാൻ പറയുന്നത് ദുരന്തറാണ്. എനിക്ക് വേറെ ആലോചിക്കാൻ വേറെ ഒന്നും കിട്ടുന്നില്ല. ദുരന്തർ എനിക്ക് വർക്കായി. ലൈക്ക് വൺ ഓഫ് ദ, കാരണം ഞാൻ 2 സിനിമ നിസാര ഗ്യാപ്പിൽ രണ്ടാമത് പോയിട്ട് സീക്വൽ കണ്ടിട്ട് ഞാൻ അന്ന് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് എല്ലാവരും പറയുന്നുണ്ട് ഇത് സെക്കൻഡ് പാർട്ട് കുറച്ച് മാസത്തിനുള്ളിൽ വരുമ്പോൾ നമ്മളെങ്ങനെ പിന്നെയും ഈ സാധനത്തിന് സാറ്റിസ്ഫൈഡ് ആവും. സെക്കൻഡ് പാർട്ട് ഈക്കാക്കി വെച്ചു. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരുമിച്ച് ഷൂട്ട് ചെയ്താണെങ്കിലും പോസിബിലിറ്റി 4 മണിക്കൂർ സ്ക്രീനിൽ നിന്ന് കണ്ണെടുപ്പിക്കാതെ ഒരു പടം കാണിച്ചു. അതാണ് അതിന്റെ അത് ആ കോൺഫിഡൻസ്, മേക്കേഴ്സിന് കോൺഫിഡൻസ്. 4 മണിക്കൂർ 2 പാട്ടേ ഇറക്കാണ്ട് ഒറ്റ എന്തൊക്കെ പ്രൊപ്പഗണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അതിന് വോയിസ് ഇല്ലാണ്ടായി പോയി. അല്ല, തിയേറ്ററിൽ കിട്ടുന്ന ഹൈ, സിനിമാറ്റിക്കലി കിട്ടുന്ന ഹൈന്റെ അപ്പുറം എനിക്ക് സിനിഫൈലായിട്ട് വേറെ ഒന്നും കിട്ടാറില്ല. അത് വൻ ഹൈ ആയിരുന്നു പടത്തിൽ. മലയാളത്തില് പക്ഷെ അത് ഒരു പ്രോബ്ലം ആണെടാ. നമ്മുടെ ചരിത്രങ്ങൾ വരെ മാറ്റി. അല്ല, പ്രൊപ്പഗാൻഡയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല പറയുന്നത്. നമുക്ക് സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടാന്നുള്ള ഒരു പ്രയോറിറ്റിയിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ദുരന്തർ ഭയങ്കര ഹൈ ആണ് തന്നത്. ബട്ട് ലൈക്ക് മേ ബി അന്ന് 2 ഡിവൈഡ് ഉണ്ട്. ഒബ്വിയസ്ലി അത് പ്രശ്നമാണ് എന്നുള്ള ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ ലൈക്ക് മലയാളത്തിൽ ഏതായിരുന്നു? ലൈക്ക് മലയാളത്തില് ഏതാ? വാഴ 2 കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്ത. വാഴ 2 ഫണ്ണാണ്. വാഴ 2 മോഹിനിയാട്ടം മോഹിനിയാട്ടമാണ് എനിക്ക് കുറച്ചും കൂടി വാഴ 2നെക്കാട്ടും കുറച്ച് വർക്ക് ചെയ്ത്. കാരണം ജോണർ ഷിഫ്റ്റ്, കിഡിലൻ ജോണർ ഷിഫ്റ്റ് ആയിരുന്നു. ഭരതനാട്യം തോന്നില്ലേ? അത് വൻ ജോണർ ഷിഫ്റ്റ് ആയിരുന്നു. ഞാൻ ഭരതനാട്യം കണ്ടപ്പോൾ എനിക്ക് ഭീകരമായിട്ടൊന്നും വർക്കായില്ലായിരുന്നു.
ഞാൻ കണ്ടപ്പോഴും പടം ഒരു പ്ലോട്ട് രസമുണ്ട്, പക്ഷെ ഈ പറഞ്ഞ അധികം ഹാപ്പനിങ്ങുകളില്ല പടത്തിൽ. നമുക്ക് ഹയ്യാവാനോ നമുക്ക് ചിരിക്കാനോ, നമ്മളിങ്ങനെ നിർബന്ധപരമായിട്ട് ആ പ്ലോട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ചിരിക്കണം. ആ സാധനം റൈറ്റിങ്ങിൽ പ്രത്യേകിച്ച് സീനുകളൊന്നുമില്ല, പക്ഷെ മോഹിനിയാട്ടത്തിലേക്ക് ഒരു അതിങ്ങനെ ഡാർക്ക് പക്ക രസമുണ്ട്. ഞാൻ ഒരിക്കലും നമ്മുടെ ഓഡിയൻസ് അങ്ങനത്തെ ഒരു ഫാമിലി പടം പോലെ ഡാർക്ക് കോമഡി എടുത്ത് പൊക്കും എന്നും വിചാരിച്ചില്ല. അതല്ല അതില് ബേബി ജീന്റെ വിഷയം പുള്ളീനെ ഞാൻ ഭയങ്കര ഇത് മിസ്കാസ്റ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച സാധനം മിസ്കാസ്റ്റ് ആയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ബേബി ജീനെ സ്റ്റോൾ ദ ഷോ. അതെ അതെ അതെ. ബേബി ജീനും വിനയ് ഫോർട്ടും വന്നപ്പോൾ ഹൈ ആയി പോയി പടം. കുറേ മൊമെന്റ്സ് ഉണ്ട് പടത്തില്. മോഹിനിയാട്ടം ഡിസേർവ്സ് മോർ കളക്ഷൻ, ലൈക്ക് ഒരു 100 crore എങ്കിലും അടിക്കേണ്ട പടമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ഫിനാൻഷ്യലി സക്സസ് ആണ് തോന്നുന്നു. അതെ, 50+ ഉണ്ട്, 50 ലൈക്ക് കറന്റ്ലി ഇപ്പോൾ തോന്നുന്നു എനിക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ എന്റർടൈൻമെന്റിൽ ഫോക്കസ് ചെയ്യണം. കോമഡി എന്റർടൈനേഴ്സോ അതോ ജെൻസി റീൽ മാതിരി കാണാൻ പറ്റുന്ന അതാ അവര് പാക്ക് ചെയ്യുന്നത് തന്നെ ഭയങ്കര അഡ്രിനാലിൻ കയറ്റാൻ വേണ്ടി, പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് കിട്ടാൻ വേണ്ടി. പക്ഷെ അത് വാഴ 2 കൃത്യമായിട്ട് അതിരടി അതാണ് പ്രശ്നം. അതിരടിയിൽ അത് ലാൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര ഓവർലോഡഡ് ആയിട്ട് വെച്ചിട്ടേ ഇമോഷണലി കണക്ട് ആവും, ഒന്നും കിട്ടുന്നില്ല, ഡെപ്ത് ഇല്ല, ഒന്നിനും ഡെപ്ത് ഇല്ല. ഒരു ഡയലോഗ് ഇട്ട് നമുക്കതൊന്ന് പ്രോസസ് ചെയ്യാൻ ടൈമില്ല, അപ്പോഴേക്കും അടുത്ത സീനിക്ക് പോകും. കാണിക്കുന്നതിന് ഒരു ഡെപ്തും നമുക്ക് ഇമോഷണലി കണക്ട്. ഇപ്പോൾ ക്ലൈമാക്സ് മാത്രം, തേർഡ് ആക്ട് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, തേർഡ് ആക്ട് ഉള്ളതുകൊണ്ടാണ് പടം വർക്ക് ആവുന്നത്. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ ക്യാരക്ടർ കാണിക്കുന്ന സാധനങ്ങൾ എനിക്ക് ഇന്നാൻ പറ്റണ്ട. ഞാൻ ഒരു 10 മിനിറ്റ് പടം കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഇന്നാൻ പറ്റുന്നില്ല. നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, എഡിറ്റിംഗും പടപടപടാന്ന് പറഞ്ഞു. എഡിറ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് പുള്ളി ചമൻ ചാക്കോടെ എഡിറ്റിംഗ് ഞാൻ ഇത്രയും എനിക്ക് ലാൻഡ് ആയില്ല ആ എഡിറ്റിംഗ്. പക്ഷെ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നില്ലേ സംഭവം. ചമൻ ചാക്കോന്റെ എഡിറ്റിംഗ് സ്റ്റൈല് കുറച്ച് പേർക്ക് വർക്കാവണ ആൾക്കാർ. എനിക്ക് എല്ലാം പുള്ളിയുടെ വർക്കാ, പക്ഷെ ഇതിലെനിക്ക് പുള്ളിയുടെ എന്തോ ഭയങ്കര മിസ്മാച്ച്. അത് ഇങ്ങനത്തെ മൂവീസിന് ടച്ച് ബുക്ക് തല്ലുമലേട്ടാ. അതാണ് ഞാനത് ഇന്നലെ പറയുകയും ചെയ്തു. തല്ലുമല ഇപ്പോഴും ഇപ്പൊ ഞാൻ ഒന്നും കൂടി റീ റിലീസ് ചെയ്താലും തല്ലുമല ഞാൻ പോയി ഞാൻ 4-5 പ്രാവശ്യം തിയേറ്റർ തന്നെ കണ്ട പടം. പല ടൈപ്പ് തിയേറ്റർ കണ്ട് വന്നോളമായിരുന്നു പടം. അതിൽ പ്രത്യേകിച്ച് കുറെ അണ്ടർലൈൻ സാധനങ്ങൾ, ഫൈറ്റ് ക്ലബിന്റെ റെഫറൻസസ് സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിട്ടാണ് പുള്ളി പ്ലേസ് ചെയ്തേക്കണേ. ഇപ്പൊ പുള്ളിയുടെ അടുത്ത പടം വരുന്നുണ്ടല്ലോ എൽ ക്ലാസിക്കോ, അത്യാവശ്യം മുസിമരാരി തന്നെ എൻ്റെ റൈറ്റർ, കാലിദ് ഡയറക്ടർ. പുള്ളിയുടെ ഐഡിയ പുള്ളി ആക്ച്വലി ഡയറക്ട് ചെയ്യാൻ വെച്ച പടമായിരുന്നല്ലോ തല്ലുമല. കാലിദിന്റെ അല്ലേ മറ്റേ മട്ടാഞ്ചേരി മാഫിയ, അത് പുള്ളിയുടെ പടം. മമ്മൂട്ടി